வளையோசை கலகல கலவென கவிதைகள் படிக்குது குழு குழு தென்றல் காற்றும் വീസത് അവൻ കേറാൻ പോകുമ്പോ നീല 4 റൗണ്ട് കൂടെ പോലെന്ന് എന്നിട്ട് അങ്ങനെ ആവില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കുട്ടി ഇറങ്ങി പോകുമ്പോ അതാണോ ഒരു കാര്യം ഞാൻ പറയാം എന്റെ ചേച്ചി. വാനേ 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 സബാഷ്. ഓ ഞങ്ങൾ ഇന്നലെ പുലിക്കളിയുടെ കൂടെ ഏതാ കാണിച്ചറിയാം? വാ നുക്കാവാലയ്യ. അതൊക്കെയാണ് കളിച്ചതല്ലേ. തണുത്തു മണ്ണും വിണ്ണും അഴകൊടു കണിപ്പൂ ചൂടി സ്വപ്നലതികൾ രാഗം താനം സ്വരലയ സാന്ദ്രമാം പല്ലവി. ഇവളുടെ ക്രഷൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അല്ലല്ല, അത് അച്ഛന്റെ അഭിപ്രായം ചോദിച്ചില്ല. 20 വയസ്സിലുള്ള സമയത്ത് ഒന്നും ചെയ്യാതെ 40, 45, 50 വയസ്സാകുമ്പോഴത്തേക്ക് അന്ന് അതൊക്കെ ചെയ്തിരുന്നെങ്കിലോ എന്ന് ആലോചിക്കാൻ പാടില്ല. ഞാൻ എന്റെ മോനോട് പറയാറുണ്ട്, നിനക്ക് ഇതുവരെ ആയില്ലടാ, ആരും ഇല്ലേ പെൺപിള്ളേർ, അങ്ങനെയൊക്കെ ചോദിക്കും. ഇല്ല, അവൻ എന്നെ പോലെയല്ല, കുഴിയിൽ ചാടാണ്ടിരിക്കാൻ വേണ്ടി ആരാ അങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ദേവസഭാതലം രാഗിലമാകുവാൻ നാദമയൂഖമേ സ്വാഗതം സ്വാഗതം. സ്വാഗതം. നിങ്ങൾ പോയ ജനത്തിൽ ഏതോ വലിയ മ്യൂസീഷ്യൻ ആയിരുന്നു തോന്നോട്ടോ. ഈ ഓണത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, ഈ കൊച്ചിനെ ഓണം കാണിക്കാൻ കൊണ്ടുപോകാത്തത് എന്തൊരു മോശമാണ്. അല്ല, ഞാൻ എപ്പോഴും തിരുവനന്തപുരത്തെ ഓണം ഇത് കാണുമ്പോൾ ഞാൻ ഇവിടെ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്, ഓണം നമുക്കൊരു ദിവസം അതെങ്ങനെ ഇവിടെ ഓണത്തിന് ബിസി ആയിരിക്കും, ഓരോരോ പ്രോഗ്രാം ഓരോരോ എന്തെങ്കിലും ഇത് കാണും, ഇവൾക്കും കാണും. അപ്പം അത് കാരണം പക്ഷെ എന്നാലും തിരുവനന്തപുരത്തെ ഓണം കാണാൻ പക്ഷേ മലയാളിയായിട്ടുള്ള ശിവാംഗിയെ ഓണം കാണിക്കാത്തതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്റെ പേരിലോ? അതെന്തിനാ എന്റെ നെഞ്ചത്തോട്ട്? ബിന്നി കൃഷ്ണകുമാറിന് മാത്രമാണ്. സത്യമായിട്ട് നമ്മൾ ഈ ഓണ സമയത്ത് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാംസ് ശരിക്കും എല്ലാ ആർട്ടിസ്റ്റുകളും ചോദിച്ചു നോക്കിയാൽ കാണും. അപ്പം അതിനൊന്നൊരു ദിവസം മാറ്റി വെക്കാൻ അങ്ങനെ ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷെ അതിന് ഒരു ഉത്തരവാദിയും കൂടെ ഉണ്ട്. ആ ഉത്തരവാദിയെ ഇങ്ങോട്ട് വിളിക്കാം, നമുക്ക് ചോദിക്കാം. ശരിക്കും വിളിക്കാം. അച്ഛനെ വിളിക്കട്ടെ? വിളിക്കൂ സാർ. ഒരു കാര്യം ചോദിച്ചിട്ട് നമുക്ക് വരാം. ഈ കൊച്ചിനെ ഓണപരിപാടി കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകാത്തത്, അതായത് മലയാളി കൊച്ചിനെ ഓണപരിപാടി കാണിക്കാൻ കൊണ്ടുപോകാത്തതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ്. മോശമായിപ്പോയി. ഏത് മലയാള പരിപാടി? ഇന്നലെ ഓണപരിപാടി, ഓണം ഇല്ലേ, ഓണം സെലിബ്രേഷൻ ഇല്ലേ, തിരുവനന്തപുരത്തൊക്കെ മറ്റേ ഇതൊക്കെ ഓണം എന്താണെന്ന് കൊച്ചിന് അപ്പ വന്ന് ഇന്നലെ ഒരു പരിപാടിക്ക് പോയി. ഇവിടത്തെ ചെന്നൈയിലെ മലയാളി അസോസിയേഷൻ ഓണം പരിപാടി. അല്ല, ഈ ഓണം എന്നാ സാർ ഇത്? അല്ല, ശരിക്കും ഇന്നത്തെ കാലത്തെ പിള്ളേരെല്ലാം ഉച്ചവരെ കിടന്നുറങ്ങും, ജോലിയൊന്നും സൂപ്പർ. അടുത്ത സെഷൻ ഈ ഓണം എങ്ങനെയാണെന്നറിയോ? ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ദി മോർണിംഗ് ഓൺ AM ആണ് ഓണം. പക്ഷെ ഒരു കാര്യം, ശിവാംഗി ഓണായി വരണമെങ്കിൽ രാത്രി ആവണ്ടേ? ശിവാംഗി ഓണായി വരണമെങ്കിൽ രാത്രി ആവണ്ടേ? ആ, അതാണ് അച്ഛൻ പറഞ്ഞത്. അപ്പൊ ശിവാംഗിയുടെ ആണ് കുറ്റമായി. കൊച്ചി ഓണം എന്താണെന്ന് ചോദിച്ചപ്പോ അറിഞ്ഞൂടാന്ന്. അറിയാം പക്ഷെ ഇതെല്ലാം നേരെ കണ്ടിട്ടില്ല. ഇന്നലെ ഞങ്ങൾ പുലിക്കളിയാണ് വിളിച്ചല്ലോ, നീ വന്നില്ലല്ലോ. അതെ, ഞങ്ങൾ ഇന്നലെ പുലിക്കളിയുടെ കൂടെ ഏതാ കാണിച്ചറിയാം? വാ നുക്കാവാലയ്യ. അതൊക്കെയാണ് കളിച്ചതല്ലേ. കൃഷ്ണനാട്ടം ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് കളിച്ചത്, മറ്റേ തമന്നയുടെ പാട്ടായിട്ട്. ഞാൻ ചോദിച്ച ഒരു ഓർഗനൈസർ ഇത് എന്താണിത്, ഒരു തിരുവാതിരയൊക്കെ ഇട്ടുണ്ട്. സുന്ദരി നീയും സുന്ദരൻ ഞാനും നിങ്ങൾ രണ്ടുപേരും കൂടെ പാടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. സുന്ദരൻ നീയും സുന്ദരി ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. കയ്യിൽ കയ്യും വച്ച് കണ്ണിൽ കണ്ണും വച്ച് നെഞ്ചിൽ മന്ത്രം കൊണ്ട് ചേരുന്ന നേരം. സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. ആ സുന്ദരിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടു. പക്ഷെ ചിലതൊക്കെ ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു ആക്ഷൻ? ചുമ്മാ ഞാൻ രസിച്ചോണ്ടിരുന്നു. അതൊക്കെ രസിക്കും, ഞങ്ങൾ പാടുന്നത് രസിക്കാറുണ്ട്. പാട്ട് പഠിക്കുന്നില്ല എന്നുള്ളൊരു കുറ്റം മാത്രമേ ഉള്ളൂ. വേറെ എല്ലാം അടിപൊളിയാണ്. ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഈ തമിഴ്നാട് മാത്രമല്ല, കേരളം മുഴുവനും ഫാൻസ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറച്ചൊരു അഭിമാനം കൂടുതലില്ലേ? അഭിമാനം തീർച്ചയായിട്ടും ഉണ്ട്.
പിന്നെ അല്ല എല്ലാവർക്കും വേണ്ടി ഞാനൊരു കാര്യം പറയാം. ചിലർക്ക് മാത്തമാറ്റിക്സ് വളരെ ഈസി ആയിട്ട് വരും. അവരെന്താണെന്ന് വെച്ചാൽ ഓവർ കോൺഫിഡൻറ്റ്. അവർ പ്രാക്ടീസ് ചെയ്യില്ല, അവരെഴുതില്ല, അവർ തെറ്റിക്ക് ഫുഡ് വാങ്ങിക്കില്ല. ആപ്റ്റിറ്റ്യൂഡ് കൂടുതലുള്ളവർ ദേ ഹാവ് ടു പ്രാക്ടീസ് മോർ എന്ന് എപ്പോഴും ഞാൻ എല്ലാവരോടും ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ ശിവാംഗിക്ക് ആപ്റ്റിറ്റ്യൂഡ് കൂടുതലാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നിരുന്നാലും സംഗീതം ലൈഫായിട്ട് കൊണ്ടുവരുമ്പോൾ അതെന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും അത് പഠിച്ചിരിക്കണം. എന്നാലേ വേറെ ഒരാൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിനോട് മനസ്സിലാക്കാനും അവരെ ബഹുമാനിക്കാനും പറ്റും. 10-20 പാട്ടൊക്കെ പാടിയിട്ടുണ്ട് സിനിമയിൽ. അത് ഭയങ്കര ഒരു സന്തോഷമല്ലേ? പിന്നെ സിനിമ മ്യൂസിക്കിലേക്ക് എത്തുക എന്ന് പറയുന്നത്. ഇപ്പൊ സാർ എന്തുകൊണ്ട് അങ്ങോട്ട് തിരിയാത്തതെന്ന് ചോദിച്ചാൽ ഇതിൽ തന്നെ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ്. കർണാടക ശാസ്ത്രീയ മാത്രം സാർ പാടിയിട്ടുണ്ട്, അത് പറഞ്ഞു എൻ്റെ അടുത്ത്. അത് നേരത്തെ ഞാൻ സ്കൂൾ സമയത്ത് തന്നെ കച്ചേരികളൊക്കെ ചെയ്തു തുടങ്ങേണ്ടത് അത് ഒരു കാറ്റഗറൈസ് ചെയ്ത് അങ്ങനെ ആയതുകൊണ്ടാണ്. വല്ലപ്പോഴൊക്കെ ഓരോരോ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. മറ്റേ യദുകുല മുരളീ ഹൃദയമായി ഞാൻ പാടാം കാരുണ്യ സിന്ധോ, ദീപക് ദേവന്റെ പുതിയ മുഖം, അതിലൊരു പാടിയിട്ടുണ്ട്. ഈ ഒടുവില് ഔസേപ്പച്ചൻ സാറിന് വേണ്ടിയിട്ട് കുറച്ച് MT അദ്ദേഹത്തിന്റെ മനോരഥങ്ങളിലെ ഒരു ഭാരതിയാറിന്റെ ഒരു 4 വരികൾ പാടിയിട്ടുണ്ട്. അത് ശ്യാം സാറിന്റെ സിനിമയിലാണ് വന്നേക്കുന്നത്. അതെ അതെ അതെ, കാഴ്ച അല്ലേ. ഞങ്ങൾ ഔസേപ്പച്ചൻ സാറിനെ കുറിച്ച് പറയായിരുന്നു. ശുഭബന്ധുവരാളിയിൽ സാറ് ഒരേ കടലിൽ ചെയ്തിരിക്കുന്ന സംഗതികളുണ്ട്. എല്ലാ പാട്ടുകളും ശുഭവന്തരാളിയിൽ മാത്രം ചെയ്ത് ഒരു ഭയങ്കര, അതൊക്കെ നാഷണൽ അല്ല, അതൊക്കെ ഓസ്കാറില്ല, ഇതൊക്കെ വലിയ അവാർഡിനും അതീതമായിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്. അദ്ദേഹത്തിന്റെ 2 പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്, അദ്ദേഹത്തിന് പാടാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ശുഭവന്തരാളിയിൽ എൻ്റെ ഒരു വളരെ ക്ലോസ് ആയിട്ടൊരു ചേട്ടൻ സംഗീതത്തിൽ ഭയങ്കര പ്രിയനും ആണ് അദ്ദേഹം. ഒരു പ്രാവശ്യം ഞാൻ ശുഭവന്തരാളി മെയിനായിട്ട് കച്ചേരിക്ക് പാടാൻ നേരത്ത് ശുഭവന്തരാളി നല്ല ശോകമല്ലാതെ പാടാൻ പറ്റുമോ എന്ന് ചോദിച്ചൊരു ചോദ്യത്തിന് ഞാനത് കറക്റ്റായിട്ട് അതിനകത്ത് ഏതൊക്കെ സ്വരങ്ങൾ അധികം യൂസ് ചെയ്യാതിരുന്നാൽ അത് വളരെ എന്താ പറയുക ഹാപ്പിയാവും എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ദാറ്റ് വാസ് എ ചലഞ്ച്. ഇപ്പോൾ ഔസേപ്പച്ചൻ സാറിനും അതൊരു വലിയ ചലഞ്ച് ആയി കാണും ആ ഒരു സിനിമ. എല്ലാം ഒന്നിൽ തന്നെ ചെയ്യാന്ന് പറയുന്നതൊക്കെ വേറെ വേറെ ഭാവങ്ങൾ ഒരേ രാഗത്തിൽ. രണ്ടുപേരെ കൈ കിട്ടുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ രാഗം പാടിക്കുക. രാഗമാലിക വെയിറ്റ് ചെയ്യുന്നുണ്ട്, അത് വെയിറ്റ്. അതല്ലാതെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ രാഗം കൂടെ ചേർത്ത് പാടാൻ പറ്റിയ ഒരു സിനിമ പാട്ട് യൂട്യൂബിൽ ഞാൻ കണ്ടായിരുന്നു. ഇത്തിരി നാണം സാറിന്റെ പാടിയിട്ടിരിക്കും നമ്മുടെ. അത് ഞാൻ രാഗരസ ചെയ്തത്. അതെ അതെ, രവീന്ദ്ര മാഷിന്റെ വലിയൊരു ഫാനാണ് ഞങ്ങൾ. അദ്ദേഹത്തിന്റെ വേണമെങ്കിൽ ആ രാഗദാനം സ്വരലയ സാധനം. അല്ല, എന്റെ മിമിക്രി ഉണ്ട്, അത് കഴിയട്ടെ. ഇതിപ്പോ പാട്ട് പാടാം നമുക്ക്, എന്നിട്ട് മിമിക്രി ചെയ്യാം. അത് പാടുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് മിമിക്രി നോക്കിയാലോ? ഞാൻ മിമിക്രി കാണിക്കും, നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തുടങ്ങാം നമുക്ക്. ദേവസഭാതലം രാഗിലമാകുവനാദമയൂഖമേ സ്വാഗതം. ദേവസഭാതലം രാഗിലമാകുവൻ നാദമയൂഖമേ സ്വാഗതം സ്വാഗതം സ്വാഗതം. ദേവസഭാതലം രാഗിലമാകുവാൻ നാദമയൂഖമേ സ്വാഗതം സ്വാഗതം. സ്വാഗതം. സർ, ഇനി സാർ അതിന്റെ ഒരു മനോധർമ്മം പാടൂ. സരി സനി സരി ഗരി സനി ധനി പദനി ദേവസഭാതലം മഗമനീനി ഗമദദ ഗമപമഗരി ഗമദേവസഭ സരി ഗമപമഗരി സരി ഗമപദനി സരി ഗരി നി ദേവസ സനി സരി സരി സനി സരി സനി സരി സനി നി നി ഗരി സനി സരി രി സനി സരി സനി സരി രി സനി രി സദനി സമദനി സ ഗമദനി സനി ഗരി രി സനി രി സനി ദപമ പദ ദേവസഭാതലം നി ദ ദ ദ ദ ദ ദ നി നി ദ ദ മദ നി നി ദ ദ മനി ദ ദ മദ മഗ മദ ദ മഗ ഗ ഗ നി നി ദ പ മഗ രി സ സരി ഗ മ പ മഗ രി സരി ഗ മ പ ദ ദ പ മഗ രി സരി സ ദ ദ ദ ദ സനി നി 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 ദ നി 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 ദ മദ നി നി ദ പ മഗ മ പദ നി നി
മാധനി സനി സമാധനി സഗ ഗമപദനി സരി സരി രി സരി ഗരി രി സരി സഗരി രി സരി ഗരി സരി ഗരി നി ദമ ഗരി. ഗാരി ഗാരി ഇതിങ്ങനെ പോകും. ഇത് എപ്പോഴും നിർത്തണം. ദേവസഭാതലം. ഇത് തീരണ്ട. ഇത് പൊളി, ഇത് വേറെ ലെവൽ. സത്യം പറഞ്ഞാണല്ലോ ഞാനൊരു കാര്യം പറയാം. ഈ രജനീഷ് നിങ്ങൾ പോയ ജനത്തിൽ ഏതോ വലിയ മ്യൂസീഷ്യൻ ആയിരുന്നു തോന്നോട്ടോ. വീണ്ടും എനിക്ക് ട്രോൾ. അല്ല, ഇതൊക്കെ ഇത് എൻജോയ് ചെയ്യാനോ ആസ്വദിക്കാനോ ഒന്നെങ്കിൽ അത് പഠിക്കണം. അങ്ങനെയുള്ളവർക്ക് കൂടുതൽ കർണാടക ആസ്വദിക്കണം. ഞങ്ങൾ ആദ്യമായിട്ടാണ് പാടുന്നത്. നിങ്ങൾ താങ്ക്സ്. നിങ്ങൾ അല്ല, ദേവസഭാതലത്തിൽ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ മനോധർമ്മം പാടുന്നത്. പക്ഷെ അത് ആസ്വദിക്കാനും അത് എൻജോയ് ചെയ്യാനും അത് ചോദിക്കാനും രജനീഷിനെ പോലെ എത്ര പേര് കേരളത്തിലുണ്ട്. താങ്ക്സ് ടു യു. കേരളത്തിൽ ഒത്തിരി മ്യൂസിക് ലവേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് വിനീത് കൃഷ്ണകുമാറും ശിവാംഗിയും ഒക്കെ ഇങ്ങനെ നിലനിൽക്കുന്നത്. ഇപ്പൊ സാറ് മ്യൂസിക്കിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ച് നിൽക്കുന്ന എന്തുകൊണ്ടാണ്? അത്രയും പേര് മ്യൂസിക് ലവേഴ്സ് ഉള്ളത് കൊണ്ടാണ്. അല്ല, അത് രജനീഷിനെ പോലുള്ള ആൾക്കാർ അത് എടുത്തു വിടുമ്പോഴാണ് നമുക്കും അത് പറയാനും പാടാനും പറ്റുള്ളൂ. വേറെ ലെവൽ. ശിവാംഗി ഈ പെർഫോമൻസ് കണ്ടിട്ട് ശിവാംഗി സ്ഥിരം കേട്ടോണ്ടിരിക്കുന്നതാണ്, പുതുമയില്ല. പക്ഷെ എങ്കിലും ഇവർ ഇതിനകത്ത് പാടുന്ന കേട്ടിട്ടില്ലല്ലോ. ഇതിപ്പോ ഇതിന് ഒരു മനോധർമ്മം ഉണ്ടല്ലോ. ആ മനോധർമ്മം എന്ന് പറയുന്ന സംഗതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് പ്രേരിപ്പിക്കുന്നത്. എന്നത്തേക്ക് എത്തും? എല്ലാ ദൈവത്തിന്റെ നമ്മളെ ദൈവം നിനക്ക് ദൈവം അതെന്റെ എഫേർട്സിനെ പൊറുത്ത്. അതെ, താൻ പാതി ദൈവം പാതി. അതെ, എഫേർട്ട് വേണം. അതെ, ദൈവം പറഞ്ഞത് നിനക്ക് കണ്ണും കൈയും കാലും എല്ലാം തന്നിട്ടുണ്ട്. കൂടെ എപ്പോഴും ദൈവം വന്നോണ്ടിരിക്കോ? ദൈവമേ, നമ്മളെല്ലാം ചോദിച്ചോണ്ടിരിക്കാൻ പറ്റില്ല. പുള്ളിക്ക് വേറെ വേലയില്ലേ, ജോലി ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ചോദിച്ചിട്ട് അതിനുള്ള വേലയെ ചെയ്യണം. ഓട്ടോമാറ്റിക്കാ ദൈവം നമ്മളെ തേടി വന്ന് തരും. നമ്മൾ ജോലി ചെയ്താൽ മതി, അത് വരാനുള്ളത് വന്നോളും എന്നാണ് കുട്ടി ജോലി ഉദ്ദേശിച്ചത്. ചെയ്യണം. ജോലി ചെയ്യുന്നുണ്ട്. ഇത് ഓടി നടന്ന് കുട്ടി എന്തൊക്കെ പണിയെടുക്കുന്നുണ്ട്. ഞാൻ ശിവാംഗിയുടെ കൂടെയാ. ഈ മ്യൂസിക് കർണാട്ടിക് അത്രയും ബേസ് പഠിച്ചിട്ടില്ല എന്നുള്ള ഒരു സാധനമാണ് അത്. പക്ഷെ പിന്നീട് വരും. ബേസിക് പഠിച്ചിട്ടുണ്ട്. എത്ര ടാലന്റഡ് ആണെന്ന് ഞങ്ങൾക്കറിയാം. അതിന്റെ വിഷമമാണ് ഈ പറയണത്. അവക്കിപ്പൊ ഞങ്ങൾ ഈ പാടിയതിന്റെ രണ്ടിരട്ടി ഇതില് അവളിപ്പോ പാടാനുള്ള കഴിവുണ്ട്. പക്ഷെ അതിൽ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം. എടാ, ഒരു കാര്യം ചെയ്യും, വെസ്റ്റേൺ ഇട്ടിട്ട് നമ്മുടെ മറ്റേ വെള്ളിയൊക്കെ ഇടുന്ന സാധനമില്ല, അത് പഠിച്ചോട്. എന്നിട്ട് അത് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. നിങ്ങൾ ചോദിക്കുന്നതാ അതല്ലേ? ആ സാധനത്തിന്റെ അവിടെ അത് വേറൊരു പഠിച്ചാ വരാൻ പറ്റും. സ്പെഷ്യൽ ട്രെയിനിങ് അതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ക്ലാസിക്കലും പഠിച്ച് വെസ്റ്റേണും പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് ഏതെങ്കിലും ഒന്നാണ് ഏറ്റവും നല്ലത്. അത് പറയാം. ഇപ്പൊ കർണാടിക് പഠിച്ച് ഹിന്ദുസ്ഥാനിയും പഠിക്കാൻ പറ്റില്ല. പറ്റും, പക്ഷെ കൺഫ്യൂസ് ആയി പോകും. അല്ല, പുതുതായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി ഒരേ നേരത്തിൽ കർണാട്ടിക്കും ഹിന്ദുസ്ഥാനിയും ഒരിക്കലും പഠിക്കാൻ പാടില്ല. കാരണം അത് സാരേഗ അവിടെ പ്രൊനൗൺസിയേഷൻ ഫോണോട്ടിക് സൗണ്ട് ഈസ് ഡിഫറെന്റ്. ഇതിൽ ഈ ഇക്കാരം തന്നെ പറയണം, അതിലെ ഇക്കാരം പറയണം. ഇപ്പൊ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ആവും. അത് ഞാൻ കുറെ കുട്ടികൾക്ക് കാണുന്നുണ്ട്. ഇപ്പം ഒരു സിസ്റ്റം പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഇന്നൊരു സിസ്റ്റം ഫോളോ ചെയ്യാൻ ഈസിയാണ്. ബേസിക്സ് കർണാട്ടിക് മ്യൂസിക്കിലാണ് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഹരിഹരൻ സാറൊക്കെ പാടുന്ന സമയത്ത് നമ്മൾ ഭയങ്കര രസമായിട്ട് പുതുതായിട്ട് തന്നെ ആസ്വദിക്കുന്നുണ്ട്. ഇപ്പോൾ യേശുദാസ് സാർ പാടുന്ന ഒരു സ്റ്റൈലിലല്ല ഹരിഹരൻ സാർ പാടുന്നത്. അപ്പം അങ്ങനെയുള്ള ഗായകരെയൊക്കെ നമ്മൾ പുതിയ തലമുറ ഭയങ്കരമായിട്ട് അനുകരിക്കുന്നുണ്ട്. അപ്പം സിംഗിങ് സ്റ്റൈല് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഹരിഹരൻ സാറിന് വോട്ട് കൂടുതൽ കിട്ടുന്നതാണ്. ശിവാംഗിക്ക് അങ്ങനെയായിരിക്കും, ആ വഴിക്കായിരിക്കും അല്ലേ? എങ്ങനെയാണ്? ഹരിഹരൻ സാർ വന്ന് മെജോറിറ്റി ഗസൽ ഹിന്ദുസ്ഥാനി, പക്ഷെ ക്ലാസിക്കലും അറിയാം. ബട്ട് സ്പെഷ്യലൈസ് ചെയ്തത് ആ രണ്ട് കർണാടിക് പഠിച്ചിട്ടുണ്ട് ഹരിഹരൻ സാർ. ഓഫ് കോഴ്സ്. ഹരിഹരൻ സാറിന്റെ മോം അമ്മ കർണാടിക് മ്യൂസിക് ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട് ഹരിഹരൻ സാറിന്റെ അമ്മ അവിടെ. സോ അവിടെ അങ്ങനെ ഇരിക്കുമ്പോ അതൊരു ഡിഫറെന്റ് സ്റ്റൈൽ ഓഫ് യൂസിങ് ദ വോക്കൽസ്. അത് അവിടെ വോട്ട് അങ്ങനെയല്ലല്ലോ, എല്ലാവർക്കും ഒരു ഡിഫറെന്റ് സ്റ്റൈല്. ജാലി
പാട്ടുകള് ഹരിഹരൻ സാറിന്റെ ഒക്കെ വേദിയിൽ പാടുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഏതെങ്കിലും കയ്യിലിരിപ്പുണ്ടോ? ആ മാനേ മാനേ ഉള്ള എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവള് പാടുന്നത്. ഒന്ന് പാടും. വളയോസൈ. വളയോസൈ. വളയോസൈ പാടിയ അതേ രാഗത്തിൽ ഞങ്ങൾ ഒരു തില്ലാന സ്പീഡിൽ പാടാൻ വേണം. വളയോസൈ കലകല കലവെന കവിതകൾ പഠിക്കുന്നു കുളു കുളു തെன்றல் കാറ്റും വീசுது சில நேரம் சில சில சிலியன சிறுவிரல் படபட துடிக்குது எங்கும் தேகம் கூசுது சின்ன பெண் பெண்ணல்ல வண்ண பூந்தோட்டம் கொட்டட்டும் இளம்தான் என்று காதல் தேரோட்டம் വളയോസൈ കലകല കലവെന കവിതകൾ പഠിക്കുന്നു കുളു കുളു തെன்றல் കാറ്റും വീசுது சில நேரம் சில சில சிலியன சிறுவிரல் படபட துடிக்குது எங்கும் தேகம் கூசுது നദ്രദീം തനന തും തന 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 നദ്രദീം തനന തും തന. ഒരേ രാഗം ആയതുകൊണ്ട് പാടിയതാ. സിന്ധു ഭൈരവി എന്ന് പറയും. അതിലൊരു തില്ലാന. അതിലുള്ള സിനിമാ പാട്ടുകളൊക്കെ ഇപ്പൊ തമിഴിലാണ് ഞാനൊരു സിന്ധ കാവടി സിന്ധ ചെല്ലച്ചെറു വീട് തരാം അതുണ്ട്. ഹരിമുരളീരവം ഹരിതവൃന്ദാവനം അങ്ങനെ കുറെ ഉണ്ട്. എളുപ്പം ചോദിക്കുമ്പോ ഈ മ്യൂസിക് ഡയറക്ടർ സ്വന്തമായിട്ട് മ്യൂസിക് ചെയ്യുമെന്ന് എനിക്കറിയാം. രാഗമാലിക ഒരു സാധനം ചെയ്തു വെച്ചിട്ടില്ലേ? രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. അത് സസ്പെൻസ് ആണെന്ന് എനിക്കറിയാം. പക്ഷെ ഈ സസ്പെൻസ് പൊട്ടിച്ച സസ്പെൻസ് ഒന്ന് പാടുവോ? ഒരു അല്ല, ഇത് സസ്പെൻസ് അല്ല, എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ കുട്ടികളൊക്കെ നമ്മള് ക്ലാസിക്കലായിട്ടാണ് വർണ്ണം, കീർത്തനങ്ങൾ, കോമ്പോസിഷൻ. ഇദ്ദേഹം ഭയങ്കര 4 ലാംഗ്വേജിലൊക്കെ എഴുതും. അപ്പം സ്വന്തമായിട്ടുള്ള കോമ്പോസിഷൻസ് ഉണ്ട്, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു രാഗമാലിക, അതായത് 25 രാഗം വരുന്ന ഒരു രാഗമാലിക ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഓരോ വരിയിലും ഓരോ രാഗം, ചിലപ്പോൾ പാതി വരിയിലെ ഒരു രാഗം. എന്നിട്ട് ഞാൻ ശിവാംഗി അതൊന്ന് പഠിച്ചു കേട്ടോ. ഏതെങ്ങനെ രസികപ്രിയ രാഗ അത് വേണേ 4 ശിവാംഗി കൂടെ രസികപ്രിയാണ് രാഗം. ആസൈന്താടും ആഭേരി ശൃംഗാരൂപിണി ഈസൈന്തോടും ഗൗരി മനോഹരി തായേ. ഗൗരി മനോഹരി ഇസ് ദി രാഗ. ഈസനിൻ സാമഗാന മോഹനരൂപിണി 2 രാഗം. ഈസനിൻ സാമ, മോഹനരൂപിണിയുടെ മോഹനം 2 രാഗം. ദിശയെങ്കും കല്യാണി ദിശയെങ്കും കല്യാണി കാമാക്ഷി തായേ. ദിശയെങ്കും കല്യാണി കാമാക്ഷി തായേ. രസികപ്രിയ കല്യാണി ലാസ്റ്റ് പാടിയത് കല്യാണി രാഗം. അപ്പൊ ഈ പല്ലവി തന്നെ ഒരു 5-6 രാഗം വരുന്നുണ്ട്. അങ്ങനെ പോകും. ഈ അച്ഛനും അമ്മയിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്താ ശിവാംഗിക്ക്? ഇഷ്ടമുള്ളത് ഇഷ്ടപ്പെടാത്തതല്ല, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പ വന്ന് ഒരുമാതിരി ഭയങ്കര ബ്രോഡ് മൈൻഡഡ്, പക്ഷെ അപ്പ കുറച്ച് ഒരുമാതിരി ആവും, അത് പറവല്ല. ബ്രോഡ് മൈൻഡഡ്. ഇന്ന് അമ്മ വന്ന് ഭയങ്കര എന്താ പറയണ്ടേ, നമ്മുടെ ജനറേഷൻ ഏത്തവടി മർജാവുന്ന ഒരു ക്യാരക്ടർ. സോ പഴയ അങ്ങനത്തെ അല്ല, ഇപ്പൊ കൂടെ എന്നെക്കാളും ഇൻസ്റ്റയിലെ റീൽസ് നോക്കുന്നത് അമ്മയാണ്. സോ അതാ ഇഷ്ടം. പക്ഷെ ഇടയ്ക്കൊക്കെ ചെറിയ മലയാളി വരുമല്ലേ? അത് ഈ ആഭരണം കാര്യം മാത്രമാണ്. മിച്ചപടി നോ പ്രോബ്ലം. ഈ നല്ല ഡ്രസ്സ് ഉടുത്ത് വെളിയിൽ പോകുന്നത് ആ ആസ്പെക്ട് മാത്രം, തലയിൽ എണ്ണ വെക്കുന്നത് അത് മാത്രമേ ഉള്ളൂ. മിച്ചപടി ഒന്നുമില്ല. പക്ഷെ അച്ഛൻ ഭയങ്കര കാൽക്കുലേഷൻസ് ആണ്, കാരണം മാത്സ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പയുടെ ലൈഫ് ആക്ച്വലി കാൽക്കുലേഷൻ ആണ്. മ്യൂസിക് കംപ്ലീറ്റ് ഇങ്ങനെ മ്യൂസിക് ഒന്നല്ല, മ്യൂസിക് താണ്ടി ലൈഫേ മൊത്തം ലൈഫേ. ഇപ്പൊ എന്നെ ഞാനാ ഒന്ന് കടന്നുറങ്ങി എന്ന് വരുന്നോ അതാണ് ഞാൻ ചെയ്യുള്ളൂ. പക്ഷെ അപ്പൊ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താണ് ഈച്ച് ആൻഡ് എവറി ഡേ ചെയ്യുള്ളൂ. ഈ 2 ലൈഫും സക്സസ് ആണല്ലോ. അപ്പം കാൽക്കുലേഷൻ ആണോ ഈ ലൈഫാണോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക? കാൽക്കുലേഷൻ ഞാൻ പറയാം, രണ്ടുമാണ്. ഇറ്റ് ഈസ് എ ബൈനറി. 0 ആണ് 1 ആണ്, രണ്ടും ചേർന്നിട്ടാണ്. കുഴച്ചു.
ഇത് ഭയങ്കര ഫിലോസഫിക്കലായി. സീറോ എന്ന് വെച്ചാൽ Decode ചെയ്തെടുക്കണം. ഇല്ല ആണ് ദി ഹോൾ എല്ലാ ഇലക്ട്രോണിക്സ് എല്ലാം ബൈനറിയിലല്ലേ. നമ്മൾ ഇല്ലാതാവുന്നതും ഉണർന്നിരിക്കുന്നതും നമുക്ക് ആവശ്യമാണ്. ലൈറ്റ് ഓണായിരിക്കുന്നു ഓഫായിരിക്കുന്നു അതുണ്ടെങ്കിലേ എല്ലാം ഉള്ളൂ. രണ്ടും വേണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതെ അങ്ങനെയല്ല, രണ്ടും വേണം. രണ്ടും വേണം. ഞാനൊരു 30 വയസ്സാകുമ്പോ രണ്ടും ഇംപ്ലിമെന്റ് ചെയ്യും. അതെ, അതുവരെ എന്നെ ഫ്രീ ആയിട്ട് വിടുക. ഞാൻ അങ്ങനെ അതാണ് ഞാൻ കല്യാണം കഴിക്കുന്നതായിരിക്കും. അതെ അതെ, കല്യാണം കഴിക്കുന്ന ഫ്രീ. ഞങ്ങൾ ഒന്നും അതെ ഫ്രീ ആണ്. എനിക്ക് പിടിച്ചത് എന്ത് വേണം ചെയ്യാം. ആ അതെ, ഇടയ്ക്ക് മാത്രം ചില ഇടപെടൽ ഉണ്ടാവുന്നേ ഉള്ളൂ. അതെ, ഇവളുടെ ക്രഷ് ഒക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അല്ലല്ല, അത് അച്ഛന്റെ അഭിപ്രായം ചോദിച്ചില്ല. പറയുന്ന സമയത്ത് എങ്ങനെയാണ് അച്ഛൻ എടുത്തത്? അല്ലല്ല, അതെന്താന്ന് വെച്ചാൽ അതാത് പ്രായത്തിലുള്ള എല്ലാം ഇവൾക്ക് മാത്രമല്ല എല്ലാവർക്കും വേണ്ടി ഞാൻ പറയാം. അതാത് പ്രായത്തിൽ എന്ത് ആസ്വദിക്കാൻ പറ്റുമോ ആസ്വദിക്കണം. നമ്മളിപ്പോൾ 20 വയസ്സിലുള്ള സമയത്ത് ഒന്നും ചെയ്യാതെ 40, 45, 50 വയസ്സാകുമ്പോഴത്തേക്ക് അന്ന് അതൊക്കെ ചെയ്തിരുന്നെങ്കിലോ എന്ന് ആലോചിക്കാൻ പാടില്ല. ഞാൻ എൻ്റെ മോനോട് പറയാറുണ്ട്, നിനക്ക് ഇതുവരെ ആയില്ലടാ, ആരുമില്ലേ പെൺപിള്ളേർ അങ്ങനെയൊക്കെ ചോദിക്കും. ഇല്ല, അവൻ എന്നെ പോലെയല്ല. അവൻ നല്ല എന്താ കുഴിയിൽ ചാടാണ്ടിരിക്കാൻ വേണ്ടി ആരാ അങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. പക്ഷെ എനിക്ക് കുഴിയിൽ ചാടുന്ന സ്വയം വിമർശനമല്ലേ? സ്വയം അതെ അല്ല, ദോസ് ആർ ലൈക്ക് ഗുഡ് എക്സ്പീരിയൻസസ് ഇൻ ലൈഫ്. നമ്മുടെ ലൈഫിൽ എല്ലാം വേണം. സങ്കടങ്ങൾ വേണം, സന്തോഷം വേണം. സങ്കടം അറിഞ്ഞാലേ സന്തോഷം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. മൊത്തം എപ്പോഴും ഹാപ്പി ആണെങ്കിൽ പിന്നെ ഒന്നും ഇല്ലല്ലോ. സോ എല്ലാം മിക്സ്ഡ് ആയിരിക്കണം, എല്ലാവരും ഹെൽത്തി ആയിരിക്കണം ഇതൊക്കെ ആസ്വദിക്കാനും. ദൈവം അതിനെല്ലാം ഇങ്ങനെ നമുക്ക് എല്ലാം തന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാൻ, ഗുരുവിനെ കുറിച്ചുകൂടെ ഒന്ന് പറയണം. ബാലമുരളി കൃഷ്ണ, നമ്മൾക്ക് ഈ ഞാനൊക്കെ ടി വിയിൽ മിലേസുരു മേരാകുമാരൊക്കെ കണ്ട് ശീലിച്ചിട്ടേ ഉള്ളൂ. ലെജൻഡ് ആണെന്ന് അറിയാം, പിന്നീട് നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. പക്ഷെ ഒരിക്കലും നേരിൽ കാണാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം നിങ്ങൾ പക്ഷേ കൂടെ വളർന്നു എന്നുള്ളതും അവസാനം വരെ കൂടെ ഉണ്ടായിരുന്നില്ലേ? അതെ, അവസാന നിമിഷം വരെ ആ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ കുഞ്ഞുനാൾ മുതൽ എൻ്റെ അമ്മയുടെ 9 വയസ്സ് മുതൽ ആ കുടുംബത്തോടു കൂടി ഒരു ഇതുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ അദ്ദേഹം ആദ്യം ചെന്നൈയിൽ വാടകയ്ക്ക് വന്ന് താമസിച്ചു. അങ്ങനത്തെ ഒരു വീട്ടിൽ വന്നിട്ടുണ്ടോ? പല പ്രാവശ്യം വന്ന് ഞങ്ങൾ അവിടെ നിന്ന് വേറെ വീട്ടിലൊന്നും പോകത്തില്ല. അദ്ദേഹത്തിൻ്റെ ഒരു മാനേജർ വീട്ടിൽ പോകും, പിന്നെ ഇവിടെ മാത്രമേ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉച്ചകഴിഞ്ഞ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രാത്രിയിലെ ചിലപ്പോൾ കൊണ്ടുപോയക്കുള്ളൂ. ആ നേരം ഇവിടെ വേറെ ആർക്കും പ്രവേശനം ഉണ്ടാവാറില്ല. ഉച്ച കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം ചോറ് കൊണ്ടിട്ട് എൻ്റെ മലയാളി ചമയിൽ ഭയങ്കര ഇഷ്ടമാണ് ഫുഡ്, മലയാള രീതിയിലുള്ള ഇതെല്ലാം. അത് കഴിഞ്ഞ് ഉറങ്ങിക്കഴിയുമ്പം ഫുൾ AC ഒക്കെ ഇട്ട് കാലൊക്കെ ഞങ്ങൾ രണ്ടുപേരും അങ്ങ് 2 സൈഡിലിരുന്ന് കാലമാക്കി. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഈ ഡെയിലി ബീച്ചിൽ പോവുക, അവിടുത്തെ കടല തിന്നുക, ഇതെല്ലാം. ഒരു 5 വർഷം നമ്മൾ ലാസ്റ്റ് ഒരു അദ്ദേഹത്തിൻ്റെ 5 ഇയേഴ്സ് ഡെയിലി 2 മണിക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് പോയാൽ ഞങ്ങൾ തിരിച്ചിവിടെ വരണത് 7 മണിക്കാണ്. ഒരു 5 മണിക്കൂർ ഞങ്ങളുടെ ഗുരുജിക്ക് വേണ്ടി ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ പല സ്റ്റുഡൻസിനോടൊക്കെ നമ്മൾ പറയാറുണ്ട് ഇങ്ങനെ അവർക്കും വന്ന് ചെയ്യാം എല്ലാവർക്കും. പക്ഷെ ചിലരുടെയൊക്കെ തെറ്റിദ്ധാരണ എന്തോ ഞങ്ങൾ എല്ലാവർക്കും അവനവൻ്റെ ഗുരുവിന് വേണ്ടി വന്ന് ചെയ്യാം. അപ്പം അവിടെ ഇന്ന് ആരും വന്നിട്ടില്ല. ഇപ്പം ചില ദിവസം ഞങ്ങൾ ഇന്ന് വരാൻ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ വേറെ ആരും വരുന്നില്ല. അല്ല, ഒരു ദിവസം കഴിഞ്ഞ് ഞാനിങ്ങനെ ഇറങ്ങാൻ നേരത്ത് ഇങ്ങനെ ഞാനൊരു നോട്ടം നോക്കിയാൽ തന്നെ അറിയാം നാളേക്ക് വരമാട്ടില്ലേ, ഞാൻ എനിക്കത് പോറേ അതെ. അപ്പൊ വേറൊരു ശിഷ്യരെ ഇപ്പൊ ആരെങ്കിലും വിളിച്ചാലും അവർക്ക് ചിലപ്പോൾ സൗകര്യപ്പെടണമെന്നില്ല. ഞങ്ങൾ പക്ഷേ നമുക്ക് എന്താ ആവശ്യങ്ങളുണ്ടല്ലോ അതിനൊന്ന് ഗുരുവിന് വേണ്ടി ഒന്ന് മാറ്റി വെച്ചിട്ട് ഞങ്ങളത്. കാരണം എന്താന്ന് വെച്ചാൽ അതിന്റെ പിറകിൽ വലിയൊരു കഥയുണ്ട്. അദ്ദേഹത്തിന് വളരെ ഒരു 10-24 വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോൾ അന്ന് എല്ലാവരും വിധി എഴുതി ഇനി ഉണ്ടാവില്ല, ഡോക്ടേഴ്സ് എല്ലാവരും. അന്ന് ഗുരുജി ഒരാൾ മാത്രമാണ്. അപ്പം ദൈവം പോലെ വന്നു, അവനൊന്നും ആവില്ല, ഞായർക്ക് ഒന്നും ആവില്ല. ഞാൻ അടുത്ത മാസം 1 മാസം പക്ഷെ ഹോസ്പിറ്റലിലിരിക്കും, വീട്ടിൽ വരുമ്പോഴേ ഞാൻ വരുള്ളൂ. അതുവരെ ഇവിടെ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു ഗുരുവിനെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അത്രയും അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് ശിഷ്യരുണ്ട്, പക്ഷെ അത്രയ്ക്ക് എൻ്റെ മകനാണെന്നാണ് പറയുന്നത്. 6 കുട്ടികൾ കുഞ്ചിക്കുള്ളത്, അതിൽ 7ാമത്തെ മകനാന്ന് ഇപ്പോഴും പറയും. അപ്പം അങ്ങനെ രക്ഷിച്ചെടുത്ത എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അത് വലിയൊരു എപ്പിസോഡാണ്, ഇപ്പം പറയാൻ പറ്റത്തില്ല. അത്രയധികം ഞങ്ങൾ അദ്ദേഹത്തിന് ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുന്നു. ഇല്ല, അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് എൻ്റെ ലൈഫിൽ ഒത്തിരി പല നിമിഷങ്ങളിലും ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് മനസ്സിലാവും. അപ്പോൾ ഫോൺ ചെയ്യും. അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ. പിന്നെ വാട്ട് ഈസ് ട്രൂത്ത് ഇൻ ലൈഫ് എന്നുള്ളത് ഒരു ചെറിയ കാര്യം പോലും നമ്മൾ മാറ്റി പറയാൻ പാടില്ല. അത് പണ്ടത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും ഉണ്ടത്, പക്ഷെ ഇത് ഞാൻ ദൃഷ്ടാന്തമായിട്ട് ഞാനത് സ്വീകരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത്
പൂർവ്വജന്മ പുണ്യ ഫലമായിട്ട് ഞാൻ കാണുന്നു. നമ്മളെല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഏതോ ഒരു ജന്മത്തിൽ ഒരുമിച്ചുള്ള യാത്രയിൽ നമ്മൾ ഈ ജന്മത്തിലും കണ്ടുമുട്ടുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നു. ഈ രണ്ടുപേരും ശരിക്കും ഭയങ്കര ഇടയ്ക്കൊക്കെ ചളിയൊക്കെ പറയുന്ന കൂട്ടത്തിലാണ്. ഭയങ്കര രസമാണ്, ജോളി മൂഡാണ്. പക്ഷെ സാറ് പൊതുവിൽ അങ്ങനെ അല്ല എന്നാണ് തോന്നിക്കുന്നത്. പക്ഷെ ഉള്ളിലൊരു അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാളുണ്ട് അല്ലേ? ഓ അങ്ങനെയാണ്. അതായത് നല്ല കൂടിയ ചളിയൊക്കെ പറയും അല്ലേ ശിവാംഗി? എന്റെ ശിഷ്യന്മാർക്ക് ഇവിടെ ചെവറിലൊക്കെ ഇടിക്കുന്നതാണോ ചളി കേട്ടിട്ട്? അപ്പൊ സാറ് സീരിയസ് അല്ല ആക്ച്വലി. എന്റെ അച്ഛൻ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ഒക്കെ അല്ല അവരോടൊക്കെ വലിപ്പ് പറയും. പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും ആ നേരം ഭയങ്കര സീരിയസ് സ്ട്രിക്റ്റ് ആണ്. അല്ല, മെയിനായിട്ട് എനിക്കിത് വരാൻ കാരണം എൻ്റെ അച്ഛൻ ട്രിവാൻഡ്രം മാറിവനസ് കോളേജിൽ 36 വർഷത്തിൽ കൂടുതൽ മാത്തമാറ്റിക്സ് പ്രൊഫസറായിട്ടിരുന്ന ഒരാളാണ്. പ്രൊഫസർ കല്യാണസുന്ദരം. ഒത്തിരി സ്റ്റുഡൻസ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. മ്യൂസിക് പോലെ തന്നെയാണ് മാത്സും കുറച്ച് ഡ്രൈ ആണ്. നമ്മളത് സോൾഫുൾ ആയിട്ട് എടുത്തില്ലെങ്കിൽ ഡ്രൈ. അപ്പോൾ യൂസ് ടു ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ഇതുപോലത്തെ ജോക്സ് വേർഡ്സ് കൂടെ ചേർന്ന് പിള്ളേരെ ഒന്ന് ഇതാക്കാനായിട്ട് പറയുമായിരുന്നു. ഞാനും ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് BSc. സോ അതിൻ്റേതാവാം പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ സംഗീതം ചേർത്ത് അതിൻ്റെ വേർഡ്സിൻ്റെ കൂടെ കിട്ടുന്ന കുറേ ജോക്സ് ഒക്കെ പറയുക എന്നുള്ള. പിന്നെ ഞങ്ങളുടെ ഗുരുജി ബാലമുരളി സാർ അതിൽ ഉസ്താദാണ്. വളരെ സോഫ്റ്റായിട്ട് വലിയ കാര്യങ്ങളൊക്കെ തത്വങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് പറയും. ചിരിക്കില്ല, പക്ഷെ നമ്മൾ ചിരിച്ചോളൂ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളൂ. നിങ്ങൾ രണ്ടുപേരും കൂടെ ഇല്ലെങ്കിൽ 3 പേർക്കും കൂടെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം വേണം. പിന്നെ അതിന് മുമ്പ് ശിവാംഗിയുടെ ഒരു പാട്ട് ഇഷ്ടം, ഭയങ്കര ഇഷ്ടമായത്, എപ്പോഴും കേൾക്കാനും ഇഷ്ടമാണല്ലോ. ഒന്ന് ഈ പാട്ട് റിലീസ് ആകുമ്പോൾ ഇത് പാടെന്ന് പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് മാർച്ചിൽ ഞങ്ങൾ ഒന്ന് ജർമ്മനി പോയിരുന്നു ഹരിഹരൻ സാറിന്റെ കൂടെ. അപ്പൊ ഈ പാട്ട് പാടി. അപ്പൊ അമ്മന് ഇഷ്ടായി. ഞാൻ അവിടെ കേട്ടോണ്ടിരുന്നപ്പോ ഞാൻ ഇങ്ങനെ കണ്ണു നിറഞ്ഞു. എനിക്ക് ഡീമാന്റെ ആട്ടോ അത്, ഡീമാൻ സാറിന്റെ. പക്ഷെ ഈ ആളാണ് സൂപ്പർ സിംഗറിൽ പോകുന്ന സമയത്ത് ഡീമോട്ടിവേറ്റ് ചെയ്തത്. അത് മോശമായി. ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടും ശിവാംഗി 6th ടോപ്പ് 6 അതെ. ഇല്ലില്ല, അത് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നും പറഞ്ഞാണ്. പിന്നെ രാവിലെ എണീറ്റ് ആഹാരം കഴിച്ചിട്ട് പോകണം. ഇതൊക്കെ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അത് ഡീമോട്ടിവേഷൻ അല്ലേ? അതെ. രാവിലെ ഞങ്ങളെല്ലാം സെറ്റിൽ കൂട്ടിക്കൊണ്ടുപോകാൻ കണ്ടസ്റ്റൻസിനല്ല. ആ വാൻ കേറാൻ പോകുമ്പോ നീല 4 റൗണ്ട് കൂടെ പോകില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ആവില്ലെന്ന് എനിക്കറിയാം. കാര്യം ഞാൻ പറയാം രജീഷ. എങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനൊക്കെ ഒരു 7 എണീറ്റ് കഴിഞ്ഞാൽ പല്ല് തേച്ചു ഒരു 8 ആകുമ്പോഴത്തേക്ക് ഒരു 7-8 ഇഡലിയും സാമ്പാറും ഒന്നും കഴിക്കും ഞാൻ. എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് ഭയങ്കര നിർബന്ധമാണ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല, കഴിക്കാതെ പോണേ. അപ്പൊ അതൊക്കെ അസിഡിറ്റി ഭയങ്കര ഓവറായിട്ട് സംസാരിക്കുന്നത്. അവിടെ പോയി നിറയെ ഫുഡ്, പക്ഷെ അപ്പോഴത്തേക്കും ലേറ്റ് ആവും. അപ്പൊ കഴിക്കാതെ പോകുന്നു. അതൊക്കെ എനിക്ക് പക്ഷെ കൊച്ചു പോകുമ്പോ പറയേണ്ടതാണ്. ദേഷ്യം അത് പോകും. കാരണം എന്റെ കന്നാക്കെന്ന് എല്ലാരും പറയും, പക്ഷെ അത് ഒട്ടും ഫലിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നെഗറ്റീവ് പറയാം, പോസിറ്റീവ്. അതെങ്ങനെയാണ്? അത് മോശമായി. അല്ലെ ശിവാംഗി? എന്നിട്ട് പോയിട്ട് അങ്ങനെ എത്തുമ്പോഴുണ്ടല്ലോ തിരിച്ചു കൊണ്ടുവന്ന് ട്രോഫി കൊടുക്കുമ്പോ നമുക്കൊരു അല്ല ടോപ്പ് 6 പോകൂല. ഒന്നും എത്തില്ലെന്നല്ലേ പറഞ്ഞ, പക്ഷെ ടോപ്പ് 6 വരെ എത്തിയില്ലേ? അപ്പൊ പഠിച്ചിരുന്നെങ്കിലോ? സംഗീതം മാത്രം നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്താൽ ആ നേരത്ത് അവിടെ കറക്റ്റായിട്ട് വരണം. പക്ഷേ അത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ കുക്കുവിത്ത് കോമാളിയിൽ പോകുന്ന സമയത്ത് ഇപ്പൊ നോക്കൂ, സ്റ്റാർഡം എത്രത്തോളം വളർന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എത്തുന്നത് എവിടെയാന്ന് ചോദിച്ചാല് ഈ ലെവലിൽ എത്തിയത് കുക്കുവിത്ത് കോമാളിയിൽ പോയിട്ട് ഈ ഒരു ഇന്നസെൻസ് കൊണ്ടല്ലേ, അല്ലേ? ആ ഇന്നസെൻസ് അത് വെരി നല്ല, ഒരുപാട് നല്ല സ്വഭാവങ്ങളുണ്ട് കുട്ടിക്ക്. ആരെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ കുറ്റപ്പെടുത്തുക അങ്ങനെയൊന്നും ചെയ്യത്തില്ല. എല്ലാവരുടെയും ഒരു ആർട്ടിസ്റ്റിനെ ഭയങ്കരമായിട്ട് ആസ്വദിക്കും. അവരുടെ എന്തെങ്കിലും ഒന്നും ഇഷ്ടപ്പെടാതെ വന്നാൽ അത് അവൾ അവോയ്ഡ് ചെയ്തിട്ട് വരും. അതൊക്കെ കേൾക്കൂല, ജസ്റ്റ് കാരണം അങ്ങനെ പോലും നമ്മൾ ഇത് ചെയ്യണ്ട എന്ന് വിചാരിച്ച്. അതുപോലെ റിലീജിയൻ, കാസ്റ്റ്, കറുപ്പ് വെളുപ്പ് ഒന്നും അവൻ പറയണത് ഇഷ്ടമല്ല.
എനിക്ക് ചെലവ് പറഞ്ഞില്ലേ ശിവാംഗിയാണ് ശരിയെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നല്ലതല്ലേ? അപ്പൊ നമുക്ക് ഒരു പാട്ട് പാടി. നമ്മൾ ഇടയ്ക്ക് രവീന്ദ്ര മാഷിനെ വിട്ടുപോയി. 3, 4 രാഗം താനം സ്വരലയ സാന്ദ്രമം പല്ലവി, രാഗം താനം സ്വരലയ സാന്ദ്രമം പല്ലവി. മലരണി കയ്യിലുണരുന്നു മതകരപിക കുലകളനാദം, മലരണി കയ്യിലുണരുന്നു മതകരപിക കുലകളനാദം. തളുത്തു മണ്ണും വിണ്ണും അഴകൊടു കനിപ്പൂ ചൂടി സ്വപ്നലതികൾ. രാഗം താനം സ്വരലയ സാന്ദ്രമം പല്ലവി, രാഗം താനം സ്വരലയ സാന്ദ്രമം പല്ലവി. ആനം തനം തം താനം തം തം ത. അതിലെ രാഗം താനം സ്വരലയം, അതിനാലെ ഞങ്ങൾ പറഞ്ഞ, അതിനാലെ രാഗം എന്ന് പറയുമ്പം രാഗം ആനം തനം തം താനം തം ത, ആനം തം താനം തം ത, താനം തം താനം തം താനം തം താനം. സരി ധനി ധനി പനി പനി പമാ പനി പമ പനി പമനി പമ പമരി പമ പനി നി സരി നിന്നി സപ്പ പനി മാമവ മരി മപ മരി സ സ്വരലയ സാന്ദ്രമാം പല്ലവി. ഈ ഓണം എങ്ങനെ അടിപൊളിയാവട്ടെ. ഇത് ഓണത്തിന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ വിരുന്നായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതിന്റെ ഫീൽ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ചില സ്ഥലത്തൊക്കെ നിങ്ങൾ നിർത്തരുതേ എന്ന് ഞാൻ കൊതിച്ചിരുന്നു. ഇപ്പോഴും കൂടി ഇത് നിർത്തരുതേ, നിങ്ങൾ ഇങ്ങനെ തുടർന്ന് പോണേ എന്ന്. കുറേ സമയം നിങ്ങളുടെ കൂടെ ഇരുന്ന് ഞാനും വലിയ സംഗീതജ്ഞനാവും. അല്ല, ദേവസഭാതലം പാടി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണുമ്പോ സാപ്പാസയില് തുടങ്ങി, ഇപ്പൊ ദേവസഭാതലം വരെ പാടി രജനി. ശിഷ്യൻ. അതെ, ശിഷ്യനും അനുഗ്രഹം. അടുത്ത പ്രാവശ്യം നമുക്ക് ഇതുപോലെ സ്വരം പാടണം. അതെ, ഇത് മിമിക്രി അല്ല. ഞാൻ കാണിക്കുമ്പോൾ മിമിക്രി അല്ല, ഞാൻ കാണിച്ചത് മിമിക്രിയാണ്. അല്ലല്ല, എന്താണേലും പക്ഷെ താങ്ക്സ് ടു രജനീഷ്. പറഞ്ഞു തന്നെ ആവണം, വേറെ വഴിയില്ല. ഇത്രയും ഈ ഇതെല്ലാം വന്ന് ഞങ്ങൾക്ക് പാടാൻ ഇതുപോലൊരു അവസരം എല്ലാ ഇൻ്റർവ്യൂവിലും കിട്ടാറില്ല എന്നുള്ളതാണ്. അപ്പം അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും, ഈ ക്രൂ മെമ്പേഴ്സിനും രജനീഷിനും ഞങ്ങളുടെ എല്ലാം വക ഒരുപാട് താങ്ക്സ്. അതിന് നിങ്ങൾക്കെല്ലാം ഏറ്റവും നല്ലത് വരട്ടെ ജീവിതത്തിൽ. ഞങ്ങളുടെ അനുഗ്രഹം ആൻഡ് പ്രയേഴ്സ്. എല്ലാവർക്കും സംഗീതം, എല്ലാവരുടെ രക്തത്തിലും സംഗീതമുണ്ട്. അത് ഇനിഷ്യേറ്റ് ചെയ്ത് അതെ വന്നു കഴിഞ്ഞാൽ അത് ചെറിയ നിങ്ങൾ ചിട്ടപ്പെടുത്തി പഠിച്ചു വെച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് ചിട്ടപ്പാടും പഠിത്തമൊന്നുമില്ല. നിങ്ങൾ പാടുന്നത് കേട്ട് ആസ്വദിക്കുന്നു. അല്ല, നമ്മള് ഈ ശ്വസിക്കുന്നത് തന്നെ ഒരു താളമല്ലേ? അതെ അതെ അതെ, എല്ലാത്തിനും ഒരു സംഗീതമാണ്. ഈ ലോകം കറങ്ങുന്നതും ഒരു താളത്തിലാണ്. എല്ലാം സംഗീതമാണ്, സർവം സംഗീതമയം. അതെ, അതാണ്. അപ്പോ അതല്ലേ മറ്റേ സംഗീതമേ എൻ ദൈവമേ നിന്മതിവാനം നേരം തേടി വന്നേ ഉന്നെ ഞാൻ കാണ. സംഗീതമേ. ഇളയരാജ സാറിന്റെ എന്തൊരു പാട്ടാന്നറിയാവോ അത്? സംഗീതം ജീവചൈതന്യം. അതെ, ഒരു ഓണം വിഷും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ശിവാംഗി പറ, അധികം ഓണം കണ്ടിട്ടില്ലാത്ത ശിവാംഗി. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിങ്ങൾക്ക് എന്റെയും ഓണാശംസകൾ. താങ്ക് യു. നന്ദിയുണ്ട് സംസാരിക്കാൻ. താങ്ക് യു.